നീ ഇതെന്തോന്നാ കാണിക്കണത്? ഇതിനെ കലക്കണ്ടേ? എടാ കലക്കാനാതെ ഇത് നാരങ്ങ വെള്ളത്തിനകത്ത് പഞ്ചാരയിട്ട് കലക്കുമല്ല. എടാ ഇത് 1000 രൂപയ്ക്ക് എടുത്ത സമ്മാന കൂപ്പണ് മത്സര വിജയിക്ക് വീട് കിട്ടുന്ന അതിന് വേണ്ടിയിട്ടുള്ള കൂപ്പണാണ് നീ ഇങ്ങനെ കലക്കാനായിട്ട്. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ പോട്ടെ, നന്നായിട്ട് കലക്കിയാടാ നീ. പിന്നെ നന്നായിട്ടില്ലേ കലക്കണത്? ആണാ? പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ചില്ലറ വരുമാനങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ച് സ്വരൂപിച്ച് നിങ്ങൾ എന്റെ സമ്മാന കൂപ്പൺ, അതായത് 1000 രൂപയ്ക്കുള്ള സമ്മാന കൂപ്പൺ നിങ്ങൾ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഒരു വീടാണ്. ഒരു വീട്. എപ്പോഴാണ് നറുക്കെടുപ്പ്? നറുക്കെടുപ്പാ? നറുക്കെടുപ്പ് എപ്പോഴാണ്? എടാ നറുക്കെടുപ്പല്ലടാ, നറുക്കെടുപ്പ്. നറുക്കെടുപ്പ് എടാ നറുക്കെടുപ്പെന്ന് എന്നറിയാമോ? നീ നൂ കഴിച്ചിട്ട് കായില്ലേ, അത് വരൂല, പായേ വരൂ. എന്റെ വായിൽ കണ്ട പൂ വരുന്നുണ്ട്, പറയട്ടെ. വേണ്ട, ഞാൻ പാവച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നീ വീട് കണ്ടായിരുന്നാടാ? വീട് കണ്ട്. ഈ വീടല്ലേ? ആ വീട് 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 സൂപ്പർ വീടാണ്. പക്ഷെ പേരെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേരിനെന്തോ കുഴപ്പം? ഗോതമ്പില്ല. എന്തോന്ന് പേര്? എടാ ഗോതമ്പില്ല എന്നല്ല, ബൊഗൈൻ വില്ല. ബൊഗൈൻ വില്ല. പിന്നെ നീ ഒരു വീട് വെച്ച് നിന്റെ വീടിന് പേരിട്ട് അതൊക്കെ ഭയങ്കര വൈറലായെന്നൊക്കെ പറയുന്നുണ്ട്. പിള്ളേര് പറഞ്ഞു വീട്ടിൽ. പിള്ളേര് ഞാൻ പേരിട്ട് സഹകരണം. സഹകരണം? അതെന്തോന്ന് പേര്? ഞാൻ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വീട് വെച്ചത്. എന്റെ ലോൺ അടക്കാനുള്ള പൈസയൊന്നുമില്ല. എന്തായാലും അവരൊന്നും ജപ്തി ചെയ്യും. വരുന്ന ആൾക്കാർക്ക് സഹകരണമില്ല. പിന്നെങ്കിലും കിടക്കട്ടെ സഹകരണം എന്ന പേര്. എന്ത് നല്ല പേര്, നന്നായിരിക്കണം. നിന്റെ സഹകരണം നോക്കിക്കൊണ്ടിരിക്കാൻ പരിപാടിയില്ല. നമ്മൾ എന്തായാലും നറുക്കെടുപ്പ് പരിപാടിയിലേക്ക് കിടക്കണം. നിങ്ങളെല്ലാം കൂപ്പൺ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടോ ഇപ്പൊ പരിശോധിക്കാം. ഇതൊരു ട്രാൻസ്പാരന്റ് ബോക്സ് ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ. എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ബിജു 2613 ബിജു 2613 ബിജു. വീടിക്കുറ്റിയാ? എടാ വീരാൻകുട്ടിയടാ. അപ്പോ നമുക്ക് മത്സരം അല്ല നറുക്കെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഒന്നാം സമ്മാനം തുടങ്ങാം. എടാ ഇവൻ ആരെങ്കിലും ഒന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ്. ആദ്യം നമ്മൾ പ്രോത്സാഹന സമ്മാനം, അതായത് എന്താണ്, സർപ്രൈസ് പ്രൈസുകളുണ്ട്. കാരണം 1000 രൂപയ്ക്ക് നമ്മളെ കൂപ്പൺ എടുത്തതാണ്. അപ്പൊ അവർക്കൊരു സർപ്രൈസ് വേണ്ടേ? അതാണ് നമ്മൾ ആദ്യം നറുക്കെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാം തുടങ്ങ്. ഞാൻ ഇളക്കാം. നീ ഇളക്കാം. നീ എന്നെ ഇളക്കും. നിനക്ക് ഇളവി നിൽക്കുവാ. നീ ഇളക്കും. എന്തുവാടായിട്ട് കലക്കണ്ട് ഇത്ര കലക്കി ഒരു കോർണർ. ആദ്യത്തെ സർപ്രൈസ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് 15-13 കുട്ടിയകിൽ. കുട്ടിയകിലിന്റെ സമ്മാനം സൈലൻസർ ആണ്. അതിന് ബൈക്കിൽ വെക്കാനാ? എടാ ബൈക്കിലല്ലേ. ഈ സൈലൻസർ എന്ന് പറഞ്ഞാണ് ഉച്ചത്തിലുള്ള ശബ്ദത്തിന് ലഘൂകരിക്കാനാണ് സൈലൻസർ. ശ്രദ്ധിച്ചിട്ടില്ലേ നീ? കുട്ടിയകില് ഇങ്ങനെ പോകുന്ന സാധനത്തിന്റെ സൈലൻസർ വെച്ച് അടുത്തിരുന്ന് ചിരിക്കുന്ന കുട്ടികളുടെ ചിരിയും കേൾക്കാം, കൗണ്ടറും വെടി കേൾക്കാം. സൈലൻസറാണ് ഞാൻ പറഞ്ഞത്. എന്തിനടായിട്ട് കലക്കണത്? സൈഡിൽ നിന്ന്. രണ്ടാമത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഡയാന ഹമീദിന് ലഭിച്ചിരിക്കുന്ന സർപ്രൈസ് സമ്മാനം എന്തെന്നാൽ ഒരു ആംപ്ലിഫയർ. മൈക്ക് സെറ്റ് പരിപാടിക്ക് പോണവര്. എടാ ആംപ്ലിഫയറിന്റെ വോളിയം കൂട്ടി മാക്സിമം വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറയുകയോ കാണിക്കുകയോ ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലാതെ അത് വരുന്നതും പോകുന്നതും നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതിനൊരു ആംപ്ലിഫയർ വേണം. നല്ലൊരു താരാട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം അത് ഇവിടെ കിടന്ന് ഉറങ്ങാം. നീ അടുത്തെടുത്ത് പിന്നെ ഉറങ്ങാത്തത് പോലെ. എന്തോ ഇത് തിന്നാനുള്ള ചോറെന്ന് അങ്ങനെ വിചാരിക്കണം. അത് ഉരുട്ടി തിന്നാൻ. അടുത്ത സമ്മാനം ലഭിച്ചിരിക്കുന്നു ശ്രീവിദ്യക്ക് 1 പവൻ സ്വർണം ഇട്ടു വയ്ക്കാനുള്ള പെട്ടി. നമ്പർ ലോക്കൊക്കെ ഉണ്ട്. ആഗ്രഹമില്ല. ഞാനടാ നിങ്ങൾ വെടി, ഞാൻ നാട്ടം. എന്നാ നീ എന്നെ എനിക്ക് അടുത്ത സമ്മാനം ലഭിച്ചിരിക്കുന്നു എലീന പടിക്കൽക്ക് കിട്ടിയിരിക്കുന്നു ഒട്ടിപ്പോ നേഴ്സിൽ 100 എണ്ണം. ബുക്കിലൊട്ടിക്കാനാ? അല്ല, അതിന്റെ വായിലൊട്ടിക്കാൻ. ഈ 100 എണ്ണം ഉള്ളവരെങ്കിലും ഇത് ഒട്ടിച്ചോണ്ട് മിണ്ടായിരിക്കുമല്ലോ. എന്തൊരു ചിലപ്പോടാ മനസമാധാനം തരൂലടാ. അതിന്റെ വായിലൊട്ടിക്കണം. ഭയങ്കര ഓളാപ്പാണ്. എനിക്കൊരു എല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്കെല്ലാം സമ്മാനമുണ്ട്. കൂപ്പൺ എടുത്തവർക്കെല്ലാം സമ്മാനമുണ്ട്.
ആ ചോറ് തീറ്റി കറിച്ച് സർബത്തടി ഉടക്കി പ്രൈസ് എടുക്കൂ എടുക്കൂ അടുത്ത സർപ്രൈസ് സമ്മാനം ശ്വേതാ മേനോൻ. സമ്മാനം പറ. ചേച്ചിക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു ഒരു കറുത്ത പൊട്ട്. നിന്നാ പൊട്ട് എടാ ഒരു പൊട്ടെങ്കിലും കൈ കവിളില് വെക്കട്ടടാ. എന്തിനാ നാട്ടുകാർ കണ്ണുവിടുന്നത്? അയ്യോ തങ്കമല്ലേടാ തങ്കം. ഇതെങ്ങനെ ചേച്ചി സ്ക്രിപ്റ്റ് എഴുതി തന്ന് അത് നിങ്ങൾ കൊളാൻ എന്റെ കൊളാവതിന്റെ അടിവയറ്റി കയറും ഇങ്ങോട്ട്. പ്രിയമുള്ളവരെ, സർപ്രൈസ് സമ്മാനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒന്നാം സമ്മാനത്തിലേക്കുള്ള നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ നറുക്കെടുപ്പ് നടത്തുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അക്ഷരമരായി കാത്തിരിക്കുന്ന ഒന്നാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് വീടാണ്. എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിക്കണം. കൂപ്പൺ എടുത്ത് എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ഒന്നാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് ആരംഭിക്കാൻ പോകുന്നു. കയ്യടിയാണെങ്കിലും അയ്യോ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നു. ആർക്കാന്തോ ശ്രീകുട്ടി. 13-14 ശ്രീകുട്ടിക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. വീട് ലഭിച്ചിരിക്കുന്നത് ശ്രീകുട്ടിക്ക്. ശ്രീകുട്ടി ആരാ? ശ്രീകുട്ടി എവിടെ പേര് കേട്ടിട്ടുണ്ട്? ശ്രീകുട്ടി എവിടെ? ചാണ്ടിക്കാട് കുഞ്ഞോണ്ണ. അയ്യോ എന്റെ ഭാര്യയുടെ പേരാണ് ശ്രീകുട്ടി. ഒന്നാം സമ്മാനം എന്റെ ഭാര്യയൊക്കെ. പാവം കേട്ടോ, അവൾക്ക് വീടില്ല, സത്യമായിട്ട് വീടില്ല. ഫോൺ വിളിച്ചു പറ. ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കൂലടാ. എന്നാ ഞാൻ വിളിക്കാം. ഏത് പാതിരാത്രിക്കാണ് ചേച്ചി ഫോൺ എടുക്കുന്നത്? ഞാൻ വിളിക്കാം. ശ്രീകുട്ടി പാവം കേട്ടോ, അവള് ഇന്നാളെ പറയുന്നുണ്ടായിരുന്നു വീടില്ല ചേട്ടാ, വീടില്ല ചേട്ടാ. ഓ ശ്രീകുട്ടി ചേച്ചി. ഹലോ, ചേച്ചിയുടെ ഭർത്താവാണ് ഫോൺ എടുത്തു കേട്ടാ. അതാ ഭർത്താവില്ലേടാ ഞാൻ. ഫോൺ എടുത്തു. ചോയടാ. ഹലോ ശ്രീകുട്ടി ചേച്ചി. ശ്രീകുട്ടി ചേച്ചിയാ? ശ്രീകുട്ടി ചേച്ചി അല്ലേ ഇത്? നമ്പർ നോക്കി തരാടാ വിളിച്ച. ഓ നമ്പർ ശ്രീകുട്ടി ചേച്ചി നമ്പർ അല്ലേ ഇത്? അല്ല അല്ല അല്ല, പിന്നെ ആരാണ്? ഇത് പ്രശസ്ത ചലച്ചിത്ര താരം നോബി. നോബിയാ? അതെ അതെ അതെ. ഇത് നിങ്ങളെന്താ എഴുതിയിട്ടത് ഇങ്ങനെ നമ്പർ? നമ്പർ ഇതെങ്ങനെ എഴുതിയിട്ടത്? ഞാൻ എടുത്തത്. ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പറയണം. അല്ല അപ്പൊ ശ്രീകുട്ടി എന്ന പേരെഴുതി ഇട്ടിട്ട് നിങ്ങളുടെ പേര് നോബി ആ ശ്രീകുട്ടി എന്നാണ് ഞാൻ എഴുതിയിട്ടാ. എന്തോന്ന് നമ്പർ ഇപ്പം വിളിച്ച പാര നമ്പർ കിട്ടിയ നമ്പർ യുവമാരെ സ്ഥിരം ഉടായ്പ പരിപാടിയാണ്. ഒരു 3-4 വർഷം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റിയാണ്. കാര്യം യുവമാര് നറുക്കെടുപ്പ് നടത്തും, അവന്മാരെ വീട്ടുകാരെ പേരെഴുതിയെങ്കിലും എന്നിട്ട് യുവമാര് ബാലൻസ് ചെയ്ത് എടുക്കും. ഇതാണ് പരിപാടി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസക്ക് കുറച്ച് കൂപ്പൺ എടുത്തു. കൂപ്പൺ എടുത്തിട്ട് ഇവന്റെ വീട്ടുകാരെ കംപ്ലീറ്റ് പേര് ഞാൻ എഴുതി. എന്നിട്ട് എന്റെ നമ്പരും വെച്ചു. ഇപ്പൊ 2ാം സമ്മാനം കാണണോ? 2ാം സമ്മാനോട് 2ാം സമ്മാനോട് 2ാം സമ്മാനം ഇടാ. നിനക്ക് വായിക്കാൻ അറിയാവോ? ശ്രീകുമാർ. ശ്രീകുമാർ അളിയായി. അവന്റെ അളിയാണ് മൂത്ത അളി ശ്രീകുമാർ. നമ്പർ വേറെയാണ്. ആ നമ്പർ എന്റെ നമ്പർ. കൊറേ പൈസക്ക് ഞാൻ എടുത്താണല്ലോ. നിന്റെ ഒക്കെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത്. എടാ വല്ല ജോലിക്ക് പോയി. ഞങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയില്ലേ? ഞങ്ങൾ ഉടായിപ്പാടെന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചില്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇതുമാതിരിയുള്ള ഇതേപോലുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണിത്. കയ്യടി കയ്യടി കയ്യടി. എങ്ങനെയുണ്ട് ഞങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്? മോട്ടിവേഷൻ ക്ലാസ് ഇത് മോട്ടിവേഷൻ അല്ല, ഇത് മോട്ടിക്കാൻ വേണ്ടിയുള്ള യുവമാരെ പുതിയ വേഷം കെട്ട്.